ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമ. ഓം ഹരി ശ്രീ ഗണപതേ നമ. അവിഘ്നമസ്തു. ശ്രീ ഗുരുഭ്യോ നമ. സൗന്ദര്യലഹരി. ഓം ശ്രീ മഹാത്രിപുരസുന്ദര്യേ നമഃ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാ. മംഗളശ്ലോകം. സൗന്ദര്യലഹരീ കർത്രേ സർവമംഗളദായിനേ ശങ്കരാചാര്യവർയായ യതിരാജായതേ നമഃ. ഹരി ഓം. നമ്മൾ സൗന്ദര്യലഹരി 100-ാം ശ്ലോകത്തിൽ എത്തിയിരിക്കുകയാണ്. സൗന്ദര്യലഹരി 100 ശ്ലോകമാണ് ഉള്ളത്. സൗന്ദര്യലഹരി കഴിയുകയാണ്. സൗന്ദര്യലഹരിയെ പറ്റി പറയുമ്പോൾ ജ്ഞാനം പ്രകാശിക്കുന്ന ശക്തിയാണ് ദേവീ തത്വം. ശക്തി സ്ഫുരിച്ചില്ലെങ്കിൽ ജ്ഞാനം ഘനീഭവിച്ച് അനുപയോഗമായി തീരും. അതായത് ഭഗവതി അനുഗ്രഹിച്ചില്ലെങ്കിൽ ജ്ഞാനം കൈവരില്ല എന്നർത്ഥം. സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾക്ക് പ്രചോദനവും ആ ശക്തി തന്നെയാണ്, ഭഗവതി തന്നെയാണ്. ആ ശക്തിയുടെ അപാരമായ മഹിമാതിരേകമാണ് ആദ്യ ഭാഗത്തെ സ്തുതി. ആദ്യത്തെ ശ്ലോകങ്ങളിലെല്ലാം ആ സൃഷ്ടിസ്ഥിതിയുടെ മഹിമാതിരേകമാണ്. അർദ്ധനാരീശ്വര ഭാവത്തിൽ ശിവനോട് ചേർന്ന് അവിഭക്തമായ ചൈതന്യശക്തി സംയോഗം എന്ന അദ്വൈത സിദ്ധാന്തം. അദ്വൈത സിദ്ധാന്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നേ ഉള്ളൂ, ആ പരമാത്മാവ് ഒന്ന് മാത്രമാണ്, ആ പരബ്രഹ്മം. അതുപോലെ പരാശക്തി ഒന്ന് മാത്രമേ ഉള്ളൂ. ഇത് അദ്വൈതം, ദ്വൈതമില്ലാത്തത് എന്നർത്ഥം. അദ്വൈത സിദ്ധാന്തം ഈ സ്തോത്ര കാവ്യത്തിലൂടെ ശ്രീ ശങ്കരാചാര്യ സ്വാമികൾ പ്രദർശിപ്പിക്കുന്നു. അവസാനത്തെ 4 ശ്ലോകങ്ങളിലൂടെ ദേവിയെ പരബ്രഹ്മാകാരയായി സങ്കല്പിച്ചുകൊണ്ട്, അതായത് പരബ്രഹ്മ അദ്വൈതം പരബ്രഹ്മാകാരയായി സങ്കല്പിച്ചുകൊണ്ട് പരാനന്ദത്തെ അർത്ഥിക്കുന്ന ശ്രീശങ്കര ഭഗവാൻ ഭക്തനെ നിത്യോപാസനത്തിലൂടെ, അതായത് നമ്മളെപ്പോലുള്ള ഭക്തന്മാരെ, ഉപാസകന്മാരെ നിത്യോപാസനത്തിലൂടെ കൈപിടിച്ചുയർത്തി മോക്ഷപദത്തിലേക്ക് എത്തിക്കുന്നു എന്നാണ് പറയുന്നത്. ഈ സൗന്ദര്യ ലഹരി സ്തോത്ര ആ രത്നം നമ്മൾ പഠിക്കുകയും സ്തുതിക്കുകയും ചെയ്താൽ എന്നാണ് പറയുന്നത്. ഇവിടെ സംസ്കൃതത്തിലെ ഛന്ദസ്സുകളിൽ ഭക്ത്യുദ്ഗമകമായ ശിഖരിണി വൃത്തത്തിലാണ് ഇതിൻ്റെ രചന. 17 അക്ഷരങ്ങളുള്ള ശ്ലോകങ്ങൾ സ്തോത്രമായും ഗാനമായും ചൊല്ലിപ്പഠിപ്പിക്കാനുതകുന്നതുമാണ്, ചൊല്ലിപ്പഠിപ്പിക്കാനുതകുന്നതുമാണ് എന്നാണ് പറയുന്നത്. നമ്മുടെ എല്ലാം പരമഗുരു സ്ഥാനമായ ശൃംഗേരി പീഠം മഹാസന്നിധാനത്തിൻ്റെ നിർദ്ദേശത്തോടെ മൈസൂർ എടത്തൊറെ മഠാധിപതിയും വിദ്വദ്വരിഷ്ഠനുമായ പരമപൂജനീയ ശ്രീ ശ്രീ ശങ്കരഭാരതി മഹാസ്വാമികൾ സനാതനധർമ്മ പരിപാലനാർത്ഥം ഭാരതമെമ്പാടും ധാരാളം പരിപാടികൾ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നു. അതായത് ഈ സൗന്ദര്യലഹരി സ്തോത്രം എല്ലായിടത്തും പാരായണം ചെയ്യിപ്പിച്ചിട്ടുണ്ട് കുറച്ച് മുമ്പ് കാലങ്ങളിൽ. നമ്മൾക്ക് 100-ാമത്തെ ശ്ലോകം ചൊല്ലാം. നമുക്കെല്ലാവർക്കും ഭഗവതിയുടെ അനുഗ്രഹം ഉണ്ടാവണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് 100-ാം ശ്ലോകം ചൊല്ലാം. പ്രദീപജ്വാലാഭിർദിവസകരനീരാജനവിധി സുധാസൂദേ ചന്ദ്രോ ബലജലലവേരർഘ്യരചനാ സ്വകീയേരംബോഭി സലിലനിധി സൗഹിത്യകരണം ത്വദീയാഭിർവാഗ്ഭി തവ ജനനി വാചാസ്തുതിരിയം. ഹേ വാചാഞ്ജനനി, അല്ലയോ വാക്കുകളുടെ ഉൽപ്പത്തി സ്ഥാനമായ ഭഗവതി, യഥാ യാതൊരു പ്രകാരം സ്വകീയാഭി ആദിത്യനെ തന്നെ സംബന്ധിച്ചവയായ പ്രദീപജ്വാലാഭി കരദീപങ്ങളുടെ ജ്വാലങ്ങളാൽ, അതായത് ആദിത്യദേവൻ സർവദാ പ്രകാശിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ ഒരു കരദീപം കൊണ്ട്, അതായത് കയ്യിൽ ഉള്ള ഒരു കരദീപം കൊണ്ട് ഭഗവാനെ നീരാജനം ചെയ്താൽ എങ്ങനെ ഇരിക്കും എന്നാണ് ഇവിടെ
പറയുന്നത്. ദിവസകര നീരാജന വിധി. ആദിത്യദേവന് നീരാജനാനുഷ്ഠാനമോ യഥോ യാതൊരു പ്രകാരം സ്വകീയെ തന്നെ ചന്ദ്രനെ സംബന്ധിച്ചവയായ ചന്ദ്രോപജലവേ ചന്ദ്രരശ്മി തട്ടി ചന്ദ്രകാന്തക്കല്ലിൽ നിന്ന് പുറപ്പെടുന്ന ജലഗണങ്ങൾ. നമ്മൾ പൂർണ്ണചന്ദ്രനൊക്കെ ഉള്ള ദിവസം രാവിലെ എഴുന്നേറ്റിട്ട് ചിലപ്പോൾ കല്ലിൽ നോക്കിയാലും ഇലകളിൽ നോക്കിയാലും ഒക്കെ വെള്ളത്തുള്ളികൾ കാണാം അല്ലേ. അതാണ് ഇവിടെ പറയുന്നത്. ചന്ദ്രകാന്തക്കല്ലിൽ നിന്ന് പുറപ്പെടുന്ന ജലഗണങ്ങളാൽ സുധാസൂതൈ ചന്ദ്രന് അർഘ്യരചന, അതായത് കൈകൾ കഴുകിക്കാനുള്ള ചെയ്യുന്നതാണോ അർഘ്യപ്രധാനമോ എന്ന് തോന്നിക്കുമാറ് എന്ന് യാതൊരു പ്രകാരം സ്വകീയെ തന്നെ. അതേപോലെ തന്നെ വേറൊന്ന്, സമുദ്രത്തെ സംബന്ധിച്ചവയായ അംബോഭി ജലങ്ങളാൽ സലിലനിധി സൗഹിത്യകരണം സമുദ്ര സംതൃപ്തി ഹേതുകമായ തർപ്പണമോ. സമുദ്രത്തിലെ ജലം കൊണ്ട് തന്നെ തർപ്പണം ചെയ്യുന്നത് സമുദ്രത്തിലല്ലേ കൊണ്ടിടുക. അപ്പോൾ അത് സമുദ്രജലം കൊണ്ട് തന്നെ സമുദ്രത്തിന് തർപ്പണം ചെയ്യുന്ന പോലെയോ അങ്ങനെ അപ്രകാരം ത്വദീയാഭി നിന്തിരുവടിയെ സംബന്ധിച്ച വാക്കുകൾ കൊണ്ട് തന്നെ, അമ്മ വാഗ്ദേവതയാണെന്ന് പറഞ്ഞല്ലോ, വാക്കുകൾ കൊണ്ട് തന്നെ നിന്തിരുവടിയുടെ ഈ മുകളിൽ വിരചിതമായ ഈ സ്തുതി അമ്മയാൽ അനുഗ്രഹിക്കപ്പെട്ട വാക്കുകൾ കൊണ്ട് തന്നെ വിരചിതമായ ഈ സ്തുതി ഈ സ്തോത്രം ഭവിക്കുന്നു എന്ന് പറയുന്നു. ഭഗവതിയുടെ അനുഗ്രഹം കൊണ്ട് ഭവിച്ച ഈ സ്തോത്രം ആർക്ക്? ഭഗവത് പാദർക്ക്. അത് ഭഗവതിക്ക് തന്നെ സമർപ്പിച്ച് ഉപാസകന്മാർക്ക് സമർപ്പിക്കുന്നു. അല്ലയോ വാക്കുകൾക്കുൽപ്പത്തി സ്ഥാനമായ പരമേശ്വരി, ആദിത്യരശ്മികളിൽ നിന്ന് അഭിന്നങ്ങളായ കൊടിവിളക്ക് മുതലായ കരദീപങ്ങളുടെ ജ്വാലകളെ കൊണ്ട് ആദിത്യ ഭഗവാന് നീരാജനാനുഷ്ഠാനം ചെയ്യുന്നത് പോലെയും ചന്ദ്രരശ്മി സംഭൂതങ്ങളായ ചന്ദ്രകാന്ത ജലം കൊണ്ട് ചന്ദ്രന് അർഘ്യദാനം ചെയ്യുന്ന പോലെയും, അതായത് കൈയൊക്കെ കഴുകിക്കുന്ന അർഘ്യദാനം ചെയ്യുന്ന പോലെയും സമുദ്രജലങ്ങൾ കൊണ്ട് തന്നെ സമുദ്ര സംതൃപ്തിക്കായി തർപ്പണക്രിയ ചെയ്യുന്നത് പോലെയും ആകുന്നു നിന്തിരുവടിയിൽ നിന്ന് ഉത്ഭവിച്ചവയും നിന്തിരുവടിയിൽ നിന്ന് അഭിന്നങ്ങളുമായ വാക്കുകൾ കൊണ്ട് രചിക്കപ്പെട്ടതായ ഈ സ്തുതിയും. അമ്മയിൽ നിന്ന് വ്യത്യസ്തമല്ല, അമ്മയുടെ വാക്കുകൾ തന്നെയാണ് ഭഗവത്പാദരെ ഇവിടെ ആ വാക്കുകൾ കൊണ്ട് തന്നെ സ്തുതിച്ചിട്ടുള്ളത് എന്ന് ഇവിടെ പറയുകയാണ്. സൗന്ദര്യലഹരി ഉപാസകന്മാർ എല്ലാ കാര്യങ്ങളും ഭഗവതിയുടെ അനുഗ്രഹം കിട്ടാൻ വേണ്ടി ചെയ്യുന്നതാണ്. ആ ഭക്തന്മാർക്ക് ചേർന്ന് അവിഭക്തമായ ചൈതന്യശക്തി സംയോഗമെന്ന അദ്വൈത സിദ്ധാന്തം ഈ സ്തോത്ര കാവ്യത്തിലൂടെ ശ്രീ ശങ്കരാചാര്യ സ്വാമികൾ പ്രദർശിപ്പിക്കുന്നു, നമുക്കൊക്കെ തന്ന് അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറയുകയാണ്. നമുക്ക് സൗന്ദര്യലഹരി സ്തോത്രത്തിൻ്റെ ആരതി ചൊല്ലാം. ഭഗവാനും ശങ്കര ഭഗവത്പാദർക്കും ഭഗവാനും ഗുരുക്കന്മാർക്കും ഈ സൗന്ദര്യലഹരി സ്തോത്രം ഈ 100 ശ്ലോകങ്ങൾ ചൊല്ലി വീഡിയോ ആക്കിയിട്ട് ഞാൻ അർപ്പിക്കുകയാണ് ഭഗവത്പാദർക്കും ദേവിക്കും. നമ്മൾക്ക് ആരതി ചൊല്ലാം. ഇതി ശ്രീമശങ്കരഭഗവതകൃതൗ സൗന്ദര്യലഹരി സ്തോത്രം സമ്പൂർണം യദക്ഷരപദഭ്രഷ്ടം മാത്രാഹീനം ച യദ്ഭവേത് തത്സർവം ക്ഷമ്യതാം ദേവി പ്രസീദ പരമേശ്വരി. ഓം സഹനാവവതു സഹനൗ ഭുനക്തു സഹ വീര്യം കരവാവഹേ തേജസ്വിനാവധീതമസ്തു മാ വിദ്വിഷാവഹേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം. മഹേശ്വരകൃതം സൗന്ദര്യലഹരി ഷഡ്പദീനാമകം ആരതി സ്തോത്രം. ജയ ജയ ശിവദൈദേ ഹരിഹര വിരിഞ്ജനുദ ചരിതേ കാനയമാം കൃത പുണ്യം തവ ഗുണ ഗാനരദം മഹിതേ
तव गुणगानरदं महिदे सहस्रारकमले सततं विहररहसि धन्ये शिवाकार निजमञ्जविलसिदे चिदानन्दमुदिदे शरण्ये चिदानन्दमुदिदे भवानि मयि दासे दृष्टिं वितरते सकरुणां निजसायुज्यपदैकवितरणां निखिलदुःखतरणाम् ऐहिक निखिलदुःखतरणां भवतु मे विलसितं सपर्याविरचनं तव शिवे समकरनिपातहिमकरसमान दृशास्नपय कृपया मामपि दृशास्नपय कृपया अनेन धन्यमिमं मन्ये धरणिधर सुकन्ये तव तन्यमधुरास्वादनसुख निरस्तन्यविषयं कुरु मां निरस्तन्यविषयं त्वदीयमपि वचनं गददो मदीयमिपवचनं स्वकीयसलिले सागरतर्पण समं जननि विदितं सकलं समं जननि विदितं जय जय शिवदैदे हरिहर विरिञ्जनुदचरिदे कारयमां कृतपुण्यं तव गुणगानरदं महिदे तव गुणगानरदं महिदे हरिः ओं श्री गुरुभ्यो नमः कायेन वाचा मनसेन्द्रियर्व्याबुद्ध्यात्मना वा प्रकृते स्वभावान् करोमि अद्य सकलं परस्मै नारायणायेति समर्पयामि श्रीमन्नारायणायेति समर्पयामि श्रीमहादेव्येति समर्पयामि सर्वत्र देवी नाम संकीर्तनं श्रीमहादेव्ये नमः ओम श्री शंकराचार्य विरचित सौंदर्यलहरी स्तोत्रं समाप्तं हरिः ओं श्री गुरुभ्यो नमः हरिः ओं।